ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ അധികം ആളുകൾ സെയിം കാര്യം എൻ്റെ DM-ൽ വന്ന് ചോദിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. കുറച്ച് അധികം നേരമായിട്ട് ഇന്ന് രാവിലെ തൊട്ട് ആണെന്ന് തോന്നുന്നു കുറേ അധികം ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം സംശയം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതോ ഒരു വ്യക്തി ഇൻസ്റ്റഗ്രാമിലിട്ട സ്റ്റോറി ഇട്ടതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ ഒരു സ്റ്റോറിയിൽ ഇത് പക്കാ സ്കാമാണ്, ഇതിനകത്ത് നിങ്ങൾ യാതൊരുവിധ രീതിയിലും ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റോറി എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. ആ ഒരു വ്യക്തി ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഓൾറെഡി ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് സമയം വൈകാതെ നേരെ വീഡിയോൻ്റെ ടോപ്പിക്കിലേക്ക് പോകാം. ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം ആണോ അല്ലയോ എന്ന്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും എൻ്റെ ഈ ചാനലിലേക്ക് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വന്ന ആളുകളായിരിക്കാം. പക്ഷേ ഞാൻ കഴിഞ്ഞ 3 വർഷത്തിന് മേലെയായിട്ട് മലയാളത്തിൽ ക്രിപ്റ്റോ കണ്ടൻസ് ചെയ്യുന്ന ആളാണ്. നമ്മൾ എയർ ഡ്രോപ്പ് വീഡിയോസ് ചെയ്യാറുണ്ട്, കോയിൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ കണ്ടൻസും നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. എൻ്റെ ഇത്രയും കാലത്ത് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരിക്കലും ഒരു സ്കാം പ്രൊജക്റ്റ് അല്ല. അതിൻ്റെ ഓരോരോ റീസൺസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. മൊത്തം റീസൺസ് കാണിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറുള്ള വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഷെയർ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാപ്പ് ടു ഏൺ പ്രൊജക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ടെലഗ്രാം മിനി ഗെയിമിന് ഓൾറെഡി ടെലഗ്രാമിൻ്റെ ഓൺ ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള ടോണുമായിട്ട് പാർട്ട്ണർഷിപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടോൺ എന്ന് പറയുന്ന കോയിൻ ചില്ലർ പ്രൊജക്റ്റ് ഒന്നുമല്ല. കറൻ്റ്ലി ലോകത്തിലെ 9ാമത്തെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു ടോൺ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് പ്രൊജക്റ്റുകൾ ഉള്ളതിൽ 9ാമത്തെ സ്ഥാനം എത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇതിന് നിങ്ങൾക്ക് കൂടുതൽ കൺഫർമേഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടോണിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ പോവുക. എന്നിട്ട് അവരുടെ പോസ്റ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ കയറിയിട്ട് അവരുടെ ആ സെർച്ച് ബട്ടണിൽ കയറിയിട്ട് ഹാംസ്റ്റർ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇവർ ഇട്ടിട്ടുള്ള എല്ലാ ട്വീറ്റുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നതാണ് ടോണിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണർഷിപ്പിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് വന്നിട്ടുണ്ട്. ടോൺ പോലൊരു വമ്പൻ പ്രൊജക്റ്റ് ഒരിക്കലും ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു സ്കാം പ്രൊജക്റ്റ് ആണെങ്കിൽ അവരുമായിട്ട് 100% യാതൊരു കാരണവശാലും പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല. ഈ ഒരു ടെലഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലോകത്തിലെ ബില്യൺ കണക്കിന് ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. സോ അവർ ഇതിലേക്ക് വരുമെന്ന് തീർച്ചയായിട്ടും ടോണിനും ടെലഗ്രാമിനും ഒക്കെ മൊത്തത്തിലറിയാം. അതുകൊണ്ട് തന്നെ അവർ യാതൊരു വിധത്തിലും ഒരു സ്കാം പ്രൊജക്റ്റുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പം ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി രണ്ടാമത് പറയാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പ്രീ മാർക്കറ്റ് ട്രേഡിങ് ഇപ്പോൾ പല എക്സ്ചേഞ്ചുകളിലും നടക്കുന്നുണ്ട്. Gate.ioയിലും ഇപ്പോൾ ഓൾറെഡി അവരുടെ പ്രീ മാർക്കറ്റ് ട്രേഡിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ Gate.ioൻ്റെ ട്വിറ്റർ പേജിൽ കയറിയിട്ട് അവിടെ ഹാംസ്റ്റർ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ എക്സ്ചേഞ്ചുകളൊക്കെ ഇങ്ങനെ ഒരു പ്രീ മാർക്കറ്റിലേക്ക് ഒരു സാധനം ട്രേഡ് ചെയ്യണമെങ്കിൽ അവർ 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് തന്നെ അവർക്കൊരു ടീം തന്നെയുണ്ട്. സോ ഈ പറയുന്ന ആളുകളെക്കാട്ടും എന്തുകൊണ്ടും തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഓരോ പ്രൊജക്റ്റും അണുവിട വ്യത്യാസത്തിൽ കീറി മുറിച്ച് പരിശോധിക്കാനും കഴിവുള്ള ആൾക്കാരാണ് അവരുടെ ഇത്തരത്തിലുള്ള ടീമുകളിലിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഇവർ സ്കാം പ്രൊജക്റ്റാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ ഇമേജ് തന്നെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ യൂസേഴ്സ് ആ ഒരു എക്സ്ചേഞ്ചിനെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ചിന് തന്നെയാണ് നെഗറ്റീവ് ഇമേജ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളുടെ റാങ്കിങ് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന, ലോകത്തിലെ തന്നെ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചാണ് നമ്മുടെ ഈ ഒരു Gate.io എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന KuCoin, അതുപോലെ തന്നെ മറ്റ് എക്സ്ചേഞ്ചുകളായിട്ടുള്ള ബൈബിറ്റൊക്കെ ഓൾറെഡി ഇവരുടെ ലിസ്റ്റിങ്ങിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ അപ്ഡേറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഒരിക്കലും ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളൊന്നും യാതൊരുവിധ കാരണവശാലും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു സ്കാം പ്രൊജക്റ്റ് ആയിരുന്നെങ്കിൽ അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനായിട്ടേ പോയില്ലായിരുന്നു.
അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് റൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ നമ്മൾ ശരിക്കും വിർച്വലായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പറഞ്ഞുതരാം. അതിൽ നമുക്ക് ആ ഒരു മൈൻ സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേ അധികം കാർഡുകൾ കാണാനായിട്ട് പറ്റും. അതൊരു എക്സ്ചേഞ്ചിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തരംതിരിച്ച് വെച്ചിരിക്കുന്ന ഏരിയകളാണ്. അതിൽ ലീഗൽ എന്ന് പറയുന്ന സെക്ഷനകത്ത് പോയി കഴിഞ്ഞാൽ തന്നെ കുറേ അധികം മേഖലകളും നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഇത് ശരിക്കും എല്ലാ ലീഗലായിട്ട് നടത്തുന്ന എല്ലാ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് വളരെ അത്യന്താപേക്ഷികമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളൊന്നും യാതൊരുവിധ റിസർച്ചും കൂടാതെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രീ മാർക്കറ്റ് ട്രേഡിങ്ങും കാര്യങ്ങളും ഒന്നും ഒരിക്കലും കൊണ്ടുവരത്തില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ടെലഗ്രാമിൽ കയറി ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ എന്താണ്, ബ്ലോക്ക് ചെയിൻ എന്താണ്, വെബ്3 എന്താണ് എന്നൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ദഹിക്കണമെന്നില്ല. സോ നിങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി അതിനെ സ്കാമാണെന്ന് പറയാതെ അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന എന്താണ് ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഒരു ക്രിപ്റ്റോ ഇറക്കിയിട്ട് അത് ഇതുപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ കൊണ്ടുപോയി അവിടെ ലിസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് മീൻ കച്ചവടം നടത്തുന്ന പോലെയല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള കുറേയധികം ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റ് കളിച്ചിട്ട് നിങ്ങൾക്ക് ലംബോർഗിനി വാങ്ങാമെന്നോ വലിയ ലക്ഷപ്രഭു ആകാമെന്നൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അത്തരത്തിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങളിതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇവർ കൂടുതൽ എക്സ്ചേഞ്ചുകളൊക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു നല്ല പ്രൈസിൽ ഈ ഒരു ടോക്കണിൻ്റെ ലിസ്റ്റിംഗ് വരാനുള്ള പോസിബിലിറ്റിയും വളരെ വളരെ കൂടുതലാണ്. ഹാംസ്റ്റർ കോമ്പാറ്റിനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബാക്കി ടെലഗ്രാം മിനി ഗെയിംസ് എയർ ഡ്രോപ്സിനൊക്കെ ഇപ്പോൾ വളരെയധികം പ്രചാരണം കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നോട്ട് കോയിൻ്റെ എയർ ഡ്രോപ്പാണ്. സോ അന്ന് ആരും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നോട്ട് കോയിൻ ഇത്ര വലിയൊരു എയർ ഡ്രോപ്പ് ചെയ്യുമെന്ന്. നിങ്ങൾ എൻ്റെ നോട്ട് കോയിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാലും മതിയാവും. അതിപ്പം ഞാൻ ആദ്യം വീഡിയോ ഇട്ട് നോട്ട് കോയിൻ എയർ ഡ്രോപ്പ് ആയി വരുന്ന സമയം വരെ വെറും 1500 പേര് മാത്രമേ ആ ഒരു വീഡിയോ കണ്ടുള്ളൂ. ഇപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് എന്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കയറി പോകുന്നുണ്ട്. ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ട്രെൻഡും ഓരോ തവണ വരുന്നതാണ്. അത്തരത്തിൽ ആ ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ആ ഒരു ട്രെൻഡിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല ഇത്തരത്തിലുള്ള എയർ ഡ്രോപ്പുകളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്കും റിസർച്ച് ചെയ്ത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാവുന്നുള്ളൂ ഇതൊരു നല്ല പ്രൊജക്റ്റാണോ ചീത്ത പ്രൊജക്റ്റാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എയർ ഡ്രോപ്പിൻ്റെ ട്യൂട്ടോറിയലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കാം ആയിട്ടുള്ള പ്രൊജക്റ്റ് അല്ല, റിയൽ ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. തീർച്ചയായിട്ടും അവരുടെ റോഡ് മാപ്പ് അനുസരിച്ച് ജൂലൈയിലാണ് ലിസ്റ്റിംഗ് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്ത ആളുകൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും എന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ വളരെ ലെങ്തി ആയിട്ട് കൊണ്ടുപോകാൻ എനിക്കും താല്പര്യമില്ല. വീഡിയോ ഞാൻ സാധാരണ ചെയ്യാത്ത സമയത്താണ് ഇപ്പോൾ ഇടുന്നത്. അപ്പം വീഡിയോ കണ്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. പെട്ടെന്ന് വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാമിലായിരിക്കും ഇടുന്നത്. സോ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.